മോനെ അതൊന്ന് എനിക്ക് തരാവോ? ഞാനൊന്ന് വായിക്കട്ടെ. ശരി ചേച്ചി, വായിച്ചോ. എനിക്ക് എന്തെങ്കിലും കാശ് തരുമോ ചേച്ചി? കാശില്ലല്ലോ. വേറെ 2 രൂപ തന്നാലും മതി. ഇല്ല മോനെ, എന്റെ കയ്യിലുണ്ടായിരുന്നില്ല, നിനക്കിപ്പോ ഞാൻ തന്നേനെ. അല്ല ചേച്ചി, അവിടെ ഒരു അങ്കിൾ ഇരിപ്പില്ലേ, അങ്കിളുടെ കയ്യിലെങ്കിലും ഉണ്ടാവില്ലേ 2 രൂപ? നിനക്കിപ്പോ കാശല്ലേ ആവശ്യം, അത് ഞാൻ തരാം കേട്ടോ. ശരി. അന്നാ സംഗീതം വായിച്ചത് തുളസിയായിരുന്നു. എനിക്ക് ഇത്രയും വേണ്ട, 2 രൂപ മതി. ഇതെല്ലാം നിനക്ക് തന്നെയാ, വെച്ചോ. പ്രിയ, ഇങ്ങോട്ട് വാ. നീ അഭിനയിച്ച ആൽബം ടിവിയിൽ വന്നിട്ടുണ്ട്. യാ, കം 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 കം, വന്ന് കാണ്. ഓ, വെരി ഹാൻസം. എക്സ്ക്യൂസ് മീ, ഈ ഫോട്ടോയിലുള്ളവർ എവിടെയാണോ താമസിക്കുന്നത്? ഇവിടെ ഇല്ല സാർ. ഒരു അത്യാവശ്യ കാര്യം അന്വേഷിക്കാൻ വന്നതാ. എക്സ്ക്യൂസ് മീ. ഓക്കേ, ടെൽ മീ. എനിക്ക് ഇവിടുന്ന് ഒരു ഇൻഫർമേഷൻ തരണം. ഈ ഫോട്ടോയിൽ കാണുന്നവർ ഇവിടെയാണോ താമസിക്കുന്നത്? യാ, ഇവരിവിടെ തന്നെയാണ് താമസിക്കുന്നത്. റൂം നമ്പർ പ്ലീസ്. 103 ആണ് റൂം നമ്പർ. 2 പേര് ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണ്. ശരി, ഞങ്ങൾ ഇവിടെ എത്ര നേരം വേണമെങ്കിലും കാത്തിരുന്നോളാം. വളരെ അർജന്റാ. ഓക്കെ, വെയിറ്റ് ചെയ്തോളൂ, അവിടെ ഇരിക്കാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. Correct. ദേ അങ്ങോട്ട് നോക്കി. ഇപ്പൊ സമയം 11 മണിയായി. ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പോയവര് രാവിലെയാണ് വരുന്നതെങ്കിലോ
അവർ വരുന്നവരെ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്നാൽ മതി. ഓക്കെ, നമുക്ക് നടക്കാം. അമ്മേ, രക്ഷപ്പെട്ടു പോയി. കീ തരൂ സാർ. താങ്ക് യു. സർ, നിങ്ങൾ അന്വേഷിച്ച് 2 പേര് ഇവിടെ വന്നിരുന്നു. ഇതുവരെ കാത്തിരുന്നിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോയുള്ളൂ. ആ, നിങ്ങളുടെ ഫോട്ടോ കൂടി തന്നിട്ടുണ്ട് സാർ. ഓഹോ, ഛേ. നാളെ രാവിലെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ, നാളെ രാവിലെ ഞങ്ങൾ ഡൽഹിക്ക് പോവാം. നിങ്ങളൊരു കാര്യം ചെയ്യും, അവരുടെ അഡ്രസ്സ് മേടിച്ചിട്ട് അവരോട് ഞാൻ ഡൽഹിക്ക് പോയെന്ന് പറ. ഡൽഹിയിൽ അഡ്രസ്സ് ചോദിച്ചാൽ ഞാനെന്ത് പറയണം? പ്രധാനമന്ത്രിയുടെ വീട്ടിലുണ്ടാവുമെന്ന് പറയും. ഓക്കെ സാർ, VIP ആണെന്ന് തോന്നുന്നു. അയ്യോ, എന്തു പറ്റി? സൂക്ഷിച്ച്. ആ, ഓക്കെ. ആ, അവിടെ ഇരിക്കാം. വാ, വരൂ. ഓക്കെ ഓക്കെ, റിലാക്സ്. ഓക്കെ ഓക്കെ, ഇവിടെ തന്നെ ഇരിക്കേ. ഞാനിപ്പോ വരാം. ഓക്കെ. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? എണീക്ക്. എവിടേക്ക്? നമുക്ക് ആഹാരം കഴിക്കാം. ആഹാരം കഴിക്കുമ്പോൾ ഈ ക്ഷീണമൊക്കെ മാറും. ആ, ഞാൻ പറയുന്നത് നേരാ. വാ. അതിന് പണം വേണ്ടേ? ഞാനല്ലേ വിളിക്കുന്നത്. ഡോണ്ട് വറി, എണീക്ക്. വെയിറ്റർ, ഒരു സ്പെഷ്യൽ മീൽസ്, ഫ്രൈഡ് റൈസ്, ഐസ്ക്രീം. ഇവിടെ എന്തൊക്കെ ഉണ്ട് അതെല്ലാം വേണം. കഴിക്കേ. ഇനി എന്തെങ്കിലും വേണോ? ഇത് മതി. ഓക്കെ. വെയിറ്റർ, ബില്ല് കൊണ്ടുവാ. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് നേരത്തെ പണം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടി? അതിനാണോ പ്രയാസം? പണം ഒപ്പിച്ചു, പരിചയ സ്ഥലത്തുനിന്ന് കിട്ടി. അതെ, നിങ്ങളുടെ വാച്ച് എവിടെ? അത് വിറ്റു അല്ലേ? എന്ത്? ആ വാച്ച് നിങ്ങളുടെ പ്രാണനെ കഴിഞ്ഞ് വലുതായിരുന്നില്ലേ, അതുകൊണ്ട് വിറ്റോ? ഇതെല്ലാം ഞാൻ കാരണാണല്ലേ? എനിക്കതിനേക്കാളും നിന്റെ കാര്യമാണ് വലുതായിട്ട് തോന്നിയത്, അതുകൊണ്ട് വിറ്റു. അതിന്? നിന്റെ ജീവനേക്കാളും വലുതായിട്ട് എനിക്ക് വേറൊന്നുമില്ല. നമുക്ക് പോവാം. ഇങ്ങോട്ട് നോക്കി, ഇത് എത്ര ഭംഗിയായിരിക്കുന്നു. ഞാൻ നോക്കിയിട്ട് നിന്റെ അത്ര സൗന്ദര്യം അതിനൊന്നും. നിങ്ങൾ എന്നെ അങ്ങനെ പുകഴ്ത്തണ്ട. ഞാനോ? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. പിന്നെന്താ? ഏയ്. മൈ ഡിയർ, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. സൃഷ്ടിയിൽ ഏറ്റവും സൗന്ദര്യമുള്ളതും ആകർഷകമായതും സ്ത്രീ ശരീര. ആ ആനന്ദം പൂർത്തിയാവുന്നത് എന്റെ അഭിപ്രായത്തിൽ ഇഷ്ടപ്പെട്ട പുരുഷനെ കിട്ടുമ്പോഴാ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. സത്യത്തിൽ എന്റെ ജീവിതം പൂർണ്ണമാകുന്നത് നീ കൂടെ ഉണ്ടാകുമ്പോഴാണ്. സത്യമാണോ? അതെ പ്രിയ, ജീവിതത്തിൽ എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം പ്രേമിക്കുക എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ആ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മനസ്സ് നിറയെ പ്രേമമായിട്ടാ. നോക്കൂ, ഞാൻ ഒരാളുടെ ഭാര്യയാണെന്നുള്ളത് മറക്കുന്നില്ല. പക്ഷേ കാലം മുഴുവൻ നിങ്ങളുടേത് മാത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്.